ഹലോ മക്കളെ, പാർട്ട് 6 എൻ സി ആർ ടി എക്സൈസ് 1.1 ക്വസ്റ്റ്യൻ നമ്പർ 4, 5, 6, 7 ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ പാർട്ട് 5 നമ്മൾ 1 to 3 മൂന്ന് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പാർട്ട് 1 to 4 എന്താണ് നമ്മൾ ഈ ചാപ്റ്ററിലെ എല്ലാ കൺസെപ്റ്റും ക്ലിയർ ആക്കി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ കാണാത്തവർ അത് കാണുക. ഓക്കെ, അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണുക. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 4 എന്താണെന്ന് നോക്കാം. ഗിവൻ ദാറ്റ് എച്ച് സി എഫ് ഓഫ് ടു നമ്പേഴ്സ്, രണ്ട് നമ്പർ നമുക്ക് തന്നെ 306 657 അതിന്റെ എച്ച് സി എഫ് എന്നുണ്ട് 9. സോ എച്ച് സി എഫ് ഓഫ് രണ്ട് നമ്പർ 306 and 657 ഈസ് ഗീവൺ ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 9. ഫൈൻഡ് എൽസിഎം. എൽസിഎം കണ്ടുപിടിക്കാനാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. സെയിം നമ്പറിന് തന്നെ എൽസിഎം കണ്ടുപിടിക്കാൻ. അപ്പൊ നമ്മളൊരു തിയറി പഠിച്ചിട്ടുണ്ട്. എന്താണത്? എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് ഇസ് ഈക്വൽ ടു എന്താണ്? പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് അല്ലെ? പ്രോഡക്റ്റ് ഓഫ് എന്താണ്? നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ എൽ സി എം നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല, അത് കണ്ടുപിടിക്കണം. അപ്പൊ എൽ സി എം അങ്ങനെ തന്നെ ഇടാം. ഇൻറ്റു എച്ച് സി എഫ്. എച്ച് സി എഫ് തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട് 9. അപ്പൊ അതവിടെ കൊടുക്കുക. ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ്. നമ്പർ തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. അപ്പൊ ഏതാണ് നമ്പർ? 306 ഇൻറ്റു 657. ഓക്കെ, ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൾ എൽ സി എം ആണ്. അത് അവിടെ നിർത്തുക. ഈ 9 ഇവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പുറത്തേക്ക് എടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ മൾട്ടിപ്പിൾ ചെയ്തിരിക്കുന്ന ആള് സമത്തിന്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. സോ ദ എൽ സി എം ഇസ് ഈക്വൽ ടു 306 ഇൻറ്റു 657 ഡിവൈഡഡ് ബൈ 9. കണ്ടോ? ഈ മൾട്ടിപ്ലൈ ചെയ്തിരിക്കണ്ടോ? അത് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ഡിവിഷൻ ആവും. ഇനി വെട്ടി ഹരിക്കാം. 9 30 എത്ര പ്രാവശ്യം പോവും? 9 to 27. അപ്പൊ 3 പ്രാവശ്യം പോവും. ബാക്കി 3 ഉണ്ട് സിസ്റ്റം. അപ്പൊ 36 9 4 തവണ പോകും. സോ ദിസ് ബിക്കം 34 ഇൻറ്റു 657. അപ്പൊ നമുക്കൊന്ന് ചെയ്യാം. 657 ഇൻറ്റു 34. ഓക്കെ, 7 4 28 8 സിസ്റ്റം 2. 4 20. 20 2 22 2 വീണ്ടും റിമൈൻഡർ 2. 6 4 24. 24 2 26. ഓക്കെ, 3 21 സിസ്റ്റം 2. 3 15. 15 2 16 17 7 റിമൈൻഡർ 1. 3 18 19. ഓക്കെ, സോ 8 3 6 13 3 സിസ്റ്റം 1 10 2 12 2 സിസ്റ്റം 1 2. സോ ദ ഫൈനൽ ആൻസർ ഈസ് 22,308. 22,338. ക്ലിയർ? യെസ്. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. ചെക്ക് വെദർ 6 raised to n can end with the digit 0 for any natural number n. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? അതായത് 6 raised to 2 എത്രയാണ്? 6 into 6 എന്ന് പറഞ്ഞാൽ 36. ഇവിടെ 0യിൽ അവസാനിക്കുന്നുണ്ടോ? ഇല്ല. അതുപോലെ 0യിൽ അവസാനിക്കുന്ന ഏതെങ്കിലും ഒരു നമ്പർ വരുമോ ഇല്ലയോ എന്നാണ് ചോദ്യം. അപ്പോ എന്നിന്റെ വില എത്രയാണ്? ഇവിടെ 2. ഈ എന്നിന്റെ പ്ലേസിലൂടെ 2 വരുമ്പോൾ 36 ആണ് വരുന്നത്. അങ്ങനെ 6 raised to 3 വരാം, 6 raised to 4 വരാം. അങ്ങനെ പോയി 6 raised to n ഏതെങ്കിലും ഒരു സംഖ്യ ഇങ്ങനെ എഴുതുമ്പോൾ ഉത്തരത്തിൽ ഫൈനൽ ആൻസറിൽ 0 വരുമോ? ഇവിടെ മറ്റു നമ്പറുകളൊക്കെ ഉണ്ടായിക്കോട്ടെ, ആൻസർ 0 വരുമോ എന്നാണ് ചോദ്യം. ഒരു സംഖ്യ 0 ഏതൊരു സംഖ്യ എക്സാമ്പിൾ എടുത്ത് നോക്കിയേ. 250 എടുത്ത് നോക്കാം. ഇതെങ്ങനെയാണ് 250 ആവുന്നത്? 25 ഇൻറ്റു 10 അല്ലെ? അപ്പൊ 0 വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനകത്ത് 10 ഉണ്ടാവും. 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ നമുക്ക് 2 ഇൻറ്റു 5 ആണെന്ന് പറയും അല്ലെ? അപ്പോ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ 6 raised to n എന്ന് എഴുതുമ്പോ ഈ 6ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 5 എന്ന് പറഞ്ഞൊരു സംഖ്യ വരണം. മനസ്സിലായോ? പക്ഷെ നമുക്കറിയാം 6ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ 2 ഇൻറ്റു 3 വരും. അപ്പൊ 6 raised to n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 2 ഇൻറ്റു 3 raised to എന്താണ്? n എന്നാണ് അല്ലെ? അപ്പൊ ഇവിടെ എന്ത് വരുന്നില്ല? നമ്മൾ നേരത്തെ പറഞ്ഞു 5 ഇൻറ്റു 2 ഇങ്ങനെ വരണമെന്ന് പറഞ്ഞു. 10 വരണം. 10 വന്നാൽ മാത്രമാണ് എന്ത് നമുക്ക് ഇതിന്റെ ആൻസർ. ഇവിടെ 10 വല്ല. ഇവിടെ 10 വന്നാൽ മാത്രമാണ് ഫൈനൽ ആൻസറിൽ 0 വരുള്ളൂ. മനസ്സിലായോ? അതാണ് അതിന്റെ ബേസിക് ഐഡിയ. പക്ഷെ 10 വരില്ല, കാരണം 2 ഉം 3 ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരിക്കലും 0 വരില്ല. പക്ഷെ ഇത് എഴുതണ്ടേ നമുക്ക് എക്സാമിന്? സാറി കാണിച്ചിരിക്കുന്ന പോലെ എഴുതാം. ഇഫ് എനി നമ്പർ എൻഡ്സ് വിത്ത് ഡിജിറ്റ് 0, ഏതെങ്കിലും നമ്പർ 0 വെച്ച് എൻഡ് ആവണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ 10. ആ നമ്പർ 10 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഇനി മറ്റൊരു രീതി പറഞ്ഞാല് ഇറ്റ് ആൾസോ ബി ഡിവിസിബിൾ ബൈ 2 and 5. 2ഉം 5ഉം വെച്ച് ഇതിന് ഡിവൈഡ് ചെയ്യാൻ കഴിയണം. പക്ഷെ നമ്മുടെ ഇവിടെ ഈ കേസിൽ 6 എന്ന് പറയുന്ന നമ്പർ, അതിന്റെ ഫാക്ടേഴ്സ് 2 3 വരുന്നുള്ളൂ. അതിനകത്ത് 2 ഉണ്ട്, പക്ഷെ എന്ത് വരുന്നില്ല? 5 വരുന്നില്ല.
So it can be observed that 5 is not in the prime factorization of 6 raised to n. 5 വരുന്നില്ല. Okay. Hence for any value of n, 6 raised to n will not be divisible by 5. അതുകൊണ്ട് 5 വെച്ചിട്ട് ഒരിക്കലും 6ന്റെ ഒരു പവറിനെ 5 വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 2 വെച്ച് പറ്റും. പക്ഷെ എന്ത് വെച്ച് പറ്റില്ല? 5 വെച്ച് പറ്റില്ല. Therefore 6 raised to n cannot be end with the digit 0 for any natural number n. ഇങ്ങനെ എഴുതി വെക്കാം. Okay. Clear? Yes. Next question, question number 6. Explain why 7 into 11 into 13 plus 30 and 7 into 6 into 5 into 4 into 3 into 2 into 1 plus 5 are composite number. ഇത് എന്തുകൊണ്ടാണ് കോമ്പോസിറ്റ് നമ്പർ ആവണമെന്നാണ് ചോദ്യം. നമുക്കറിയാലോ, രണ്ട് പ്രൈം നമ്പർ സപ്പോസ് 3 into 2 ഗുണിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? കോമ്പോസിറ്റ് നമ്പർ. ദിസ് ഈസ് കോമ്പോസിറ്റ് നമ്പർ ആൻഡ് ദീസ് ടു ആർ എന്താണ്? പ്രൈം നമ്പേഴ്സ്. നമുക്ക് അറിയാവുന്ന, നമ്മൾ ഇത്രയും ദിവസം കൊണ്ട് പഠിച്ചൊരു കാര്യമാണ് അല്ലെ. അപ്പൊ പ്രൈം നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇത് എന്ന് തെളിയിച്ചാൽ മതി. അതായത് ഈ മൾട്ടിപ്ലൈ ചെയ്യുന്നത് പ്രൈം നമ്പറുകളാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്തായിരിക്കും? കോമ്പോസിറ്റ് നമ്പർ ആയിരിക്കും. അപ്പൊ ഇവിടം വരെ ഓക്കെയാണ്, മൂന്നും പ്രൈം നമ്പർ ആണ്. പക്ഷെ ഇതും പ്രൈം നമ്പർ ആണ്, പക്ഷെ ഇവിടെ പ്രശ്നം വന്നത് പ്ലസ് വന്നതാണ്. അപ്പൊ നമുക്ക് സോൾവ് ചെയ്യാം. അതായത് 7 into 11 into 13 plus 30 ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുക്കുമ്പോൾ അത് കോമൺ ആയിട്ട് വരുന്നത് എന്താണ്? 13 ആണ്. അത് പുറത്തേക്ക് എടുക്കുക. അപ്പൊ ബാക്കിന്റെ അകത്ത് എന്താവും? 7 into 11 into ഈ 13 ഇങ്ങോട്ട് പോകുന്ന ഇവിടെ 1 ആവും. പ്ലസ് ഇവിടുന്ന് 13 പോകുന്ന കഴിയുമ്പോൾ 1 ആവും. ഓക്കെ. സോ 13 into 7 into 11 into 1. 11 into 1 11 തന്നെ. പ്ലസ് 1 ഈക്വൽ ടു 13 into 7 into 11 77 പ്ലസ് 1. ക്ലിയർ? 13 into എന്താണ്? 77 പ്ലസ് 1 കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 78. സോ യു ക്യാൻ ഡിവൈഡ് 78. 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3. എത്രയാണ്? 9. Okay, 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 3. So you can write, instead of 78 you can write 13 into 78 ന് പകരം എന്ത് എഴുതണം? 2 into 3 into 13. Okay, so all these are what? Prime numbers. ഇതെല്ലാം എന്താണ്? Prime numbers. So നമ്മുടെ തിയറി എന്താ? If you multiply the prime numbers or product of prime number എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോമ്പോസിറ്റ് നമ്പർ ആയിരിക്കും. ക്ലിയർ? യെസ്. ഓക്കെ. സിമിലാർലി വി ക്യാൻ ഡു എന്താണ്? ദിസ് ആൾസോ. ഓക്കെ. ഇവിടെ കോമൺ ആയിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. സാർ ആദ്യം തന്നെ എഴുതുന്നു 5 പുറത്തേക്ക് എടുത്തു, ബാക്കിയുള്ളത് എടുത്തത്. അപ്പൊ 5 പോയിട്ടോ, 5 പോയി. ഇവിടെ 1 വരും, 1 വരും. സോ 7 into 6 into 1 into 4 into 3 into 2 into 1. ഓക്കെ. പ്ലസ് 1. ഓക്കെ. 5 ഇവിടെ നിന്ന് എടുത്തു, അപ്പൊ ഇവിടെ 1 എഴുതി. ഓക്കെ. സോ 5 into 6 7 42, 4 3 12, പിന്നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അപ്പൊ 24 into 24 പ്ലസ് 1. അപ്പൊ 42 into 24 ആദ്യം ചെയ്യണം. 42 into 24, 4 2 8, 4 16, 4 8 4 16. ഓക്കെ. ഈ 2 4 4 2 8. സോ 8 6 4 10 0 ശിഷ്ട 1 8 1 എത്രയാണ്? 9 1 10 1000. സോ 5 into 1008 പ്ലസ് 1. ഓക്കെ. 5 into ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 1009. ഈ 1009 എന്നുള്ളത് ഒരു പ്രൈം നമ്പർ ആണ് കേട്ടോ. ഓക്കെ. അപ്പോ 5 എന്നുള്ളത് ഓൾറെഡി നമുക്ക് അറിയാം പ്രൈം നമ്പർ ആണ്. അപ്പൊ പ്രൈം നമ്പർ ഇൻറ്റു പ്രൈം നമ്പർ എന്തായിരിക്കും? കോമ്പോസിറ്റ് നമ്പർ ആയിരിക്കും. ഓക്കെ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത് ചില കുട്ടികൾക്ക് ഭയങ്കര ടഫ് ആയിരിക്കും, ചിലർക്ക് വളരെ എളുപ്പമായിരിക്കും. നമുക്ക് നോക്കാം. There is a circular path around a sports field. അപ്പൊ ഒരു സ്പോർട്സ് ഫീൽഡ്, സപ്പോസ് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ. അപ്പൊ അതിന് ചുറ്റും എന്താണ്? ഒരു സർക്കുലർ പാത്ത് ഉണ്ട്. ക്ലിയർ? നമുക്ക് അതിലൂടെ ഓടാം. സോണിയ ടേക്സ് 80 minutes ടു ഡ്രൈവ് 1 round ഓഫ് ദ ഫീൽഡ്. അപ്പൊ ഇതിനകത്ത് സോണിയ ഒരു കാർ ഓടിക്കണത് വിചാരിക്കുക. ദിസ് ഇസ് സോണിയ. ഇവിടെ നിന്നാണ് സോണിയ സ്റ്റാർട്ട് ചെയ്തത്. സോണി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് സോണി ഇവിടെ എത്തി. അവിടെ എത്താനായിട്ട് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സോണിയക്ക് 18 മിനിറ്റ് എടുത്തു. എത്ര മിനിറ്റ് എടുത്തു? 18 മിനിറ്റ്. ഓക്കെ. യെസ്. രവി ടേക്സ് 12 minutes. ഇതേപോലെ തന്നെ രവിനെ നമുക്ക് വേറെ കൊടുക്കാം. രവി ഇതേ സെയിം സ്ഥലത്ത് രവി ഇവിടെ എത്താനായിട്ട് രവി എടുത്തത് 12 minutes ആണ്. ക്ലിയർ? യെസ്.
അപ്പം സോണി എത്ര മിനിറ്റ് എടുത്തു? 18. രവി എത്ര മിനിറ്റ് എടുത്തു? 12 മിനിറ്റ്. അപ്പൊ ആരാണ് സ്ലോ ആരാണ്? പതുക്കെ വന്നത് ആരാണ്? ആരാണ്? സോണിയാണ്. കാരണം സോണിയെ 18 മിനിറ്റ് എടുത്തിട്ടാണ് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തത്. അതേസമയം ഈ പറയുന്ന രവി എത്ര മിനിറ്റ് എടുത്തു? 12 മിനിറ്റ് എടുത്തു. അപ്പൊ ആദ്യം ഇവിടെ എത്തുന്നത് ആരായിരിക്കും? രവി ആയിരിക്കും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം കേട്ടാ. രവി 12 മിനിറ്റ് കൊണ്ട് ഫസ്റ്റ് റൗണ്ട് എത്തി. ഓക്കെ. അപ്പോ ആരാണ്? നമ്മുടെ സോണിയ 18 മിനിറ്റ് എടുത്തു ഫസ്റ്റ് റൗണ്ട്. ഓക്കെ. സെക്കൻഡ് റൗണ്ടിൽ എത്തിയപ്പോ നമ്മുടെ രവി എത്ര മിനിറ്റ് ആയി? 24 മിനിറ്റ് സെക്കൻഡ് റൗണ്ട്. ഓക്കെ. അപ്പോ സെക്കൻഡ് റൗണ്ടില് സോണിയ എത്ര മിനിറ്റ് എടുത്തു? 36 മിനിറ്റിലാണ് സോണിയ എന്താണ് സെക്കൻഡ് റൗണ്ട് എത്തി. ശരിയല്ലേ? 18 മിനിറ്റ് കൊണ്ട് ഫസ്റ്റ് റൗണ്ട്, എന്താണ് 36 മിനിറ്റ് കൊണ്ട് സെക്കൻഡ് റൗണ്ട്. അപ്പൊ രവി 36 മിനിറ്റ് കൊണ്ട് എന്താണ് തേർഡ് റൗണ്ട് എത്തി. അപ്പൊ ആലോചിച്ച് നോക്കിയേ, മറ്റേ നമ്മുടെ സോണിയ 2 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തപ്പോ രവി 3 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ 36 മിനിറ്റിൽ ഇവർ രണ്ടുപേരും എന്താണ് കണ്ടുമുട്ടി എന്നുള്ളതാണ് സത്യം. ഓക്കെ. സോ ദേ ബോത്ത് സ്റ്റാർട്ടഡ്. ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് റെഡ് എടുക്കാം. ചോദ്യം ബോത്ത് സ്റ്റാർട്ട് അറ്റ് ദ സെയിം പോയിന്റ്. രണ്ടുപേരും ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആൻഡ് സെയിം ടൈം ഒരേ സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത് ആൻഡ് ഗോ അറ്റ് ദ സെയിം ഡയറക്ഷൻ, ഒരേ ഡയറക്ഷനിലാണ് പോയത്. ആഫ്റ്റർ ഹൗ മെനി മിനിറ്റ്സ് വിൽ ദേ മീറ്റ് അഗെയിൻ അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്? ഇവർ രണ്ടുപേരും ഈ പറഞ്ഞ പോയിന്റിൽ ഒപ്പം വരുന്നത് എപ്പോഴാണ്? ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 36-ലാണെന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലെ? 36 മിനിറ്റ് കൊണ്ട് രവി 3 റൗണ്ട് കംപ്ലീറ്റ് ചെയ്യും. നമ്മുടെ ഈ പറഞ്ഞ സോണിയ 2 റൗണ്ട് കംപ്ലീറ്റ് ചെയ്യും. ആ സമയത്താണ് അവർ തമ്മിൽ ഒരുമിച്ച് വരിക. ഓക്കെ. അപ്പൊ സെയിം എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാല് ഉടനെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് LCM ആണ്. അത്രേ ഉള്ളൂ മക്കൾ, ഈസിയാണ്. അപ്പൊ ഈ 18-ന്റെയും 12-ന്റെയും LCM കാണണം. അപ്പൊ 12 എഴുതി സാറ്, 18 എഴുതി. ഓക്കെ. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ദിസ് ഇസ് ബിക്കം 6, 9. രണ്ടിൽ കോമൺ ആയിട്ട് 3 പോവും. സോ 2, 3. ക്ലിയർ? അപ്പൊ ഇതിന്റെ LCM എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2 എത്ര ടൈം? 2 2 ടൈം, 3 2 ടൈം. സോ 4 into 9, 36. സോ 36 മിനിറ്റ്സ്. വെരി ഈസി. ക്ലിയർ? അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലത്തിൽ LCM ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മനസ്സിലാക്കുക. കാരണം രണ്ടുപേരും കോമൺ ആയിട്ട് വരുന്ന എന്താണ് മിനിറ്റ് എന്ന് പറയുന്നത് 36 ആണ് ഈ ഒരു കേസിൽ. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട. ഇതിന്റെ ഫിസിക്സ് ഒക്കെ എടുത്ത് ഇതിന്റെ ടൈമും സ്പീഡൊക്കെ കണ്ട് റിലേറ്റീവ് സ്പീഡൊക്കെ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അത്രയും ഡീപ്പായിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ LCM അല്ലെങ്കിൽ HCF കാണാനായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ ചോദിക്കാം. അപ്പൊ ഇങ്ങനെ സെയിം എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ഒക്കെ കാണുകയാണെങ്കിൽ അത് LCM കാണാനാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ. അപ്പൊ നമ്മുടെ എക്സസൈസ് 1.1 കഴിഞ്ഞു. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എക്സസൈസ് 1.2 ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. താങ്ക് യു. അപ്പൊ നമ്മുടെ വീഡിയോസ് ഇതുപോലെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മെമ്പേഴ്സിന്റെ വീഡിയോസ് ഉണ്ട്, അതായത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുന്നത്. അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ചാനലിൽ ഈ വീഡിയോയുടെ താഴെ ജോയിൻ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വൺസ് അഗൈൻ.